വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം ഉൾക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ കേക്ക് മുറിച്ചും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒരുക്കി വർണ്ണാഭമാക്കുകയാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് വിവിധ ക്രിസ്തീയ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. തണുത്തുറഞ്ഞ ഡിസംബർ മാസം ആരംഭിക്കുന്നത് മുതൽ തന്നെ ക്രിസ്മസിനെ വരവേൽക്കാനായുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ. തിരുപ്പിറവിയുടെ ഈ ദിനം പല വർണ്ണങ്ങളിൽ അലങ്കരിച്ച ക്രിസ്മസ് ട്രീകളും പുൽക്കൂടുകളും വീടുകളിലൊരുക്കി ക്രിസ്മസ് സമ്മാനങ്ങളുമായി എത്തുന്ന സാന്താക്ലോസിനായുള്ള വരവേൽപ്പിനാണ് കാത്തിരിക്കുന്നത്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കന്യാമറിയത്തിന്റെയും ജോസഫിന്റെയും മകനായി യേശു ജനിച്ചുവെന്നാണ് ഐതിഹ്യം. 336 AD റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയാണ് ഡിസംബർ 25 എന്ന ഈ ദിനം ക്രിസ്മസ് ആഘോഷിക്കാനായി ആഹ്വാനമിട്ടത്. തിന്മയുടെ കരങ്ങളിൽ നിന്ന് ലോകത്തിന്റെയും ജനങ്ങളുടെയും രക്ഷയ്ക്കായി ജനിച്ച ദൈവപുത്രനായാണ് ക്രിസ്തുവിനെ ലോകം വാഴ്ത്തപ്പെടുന്നത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോകവ്യാപകമായി ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങി. ക്രിസ്മസ് തലേന്ന് പ്രധാന ചടങ്ങായി വിവിധ പള്ളികളിൽ പാതിര കുർബാനകൾ നടന്നു. കൂടാതെ ക്രിസ്മസ് കരോളും ക്രിസ്മസ് പാപ്പയും കേക്കും വീഞ്ഞുമടങ്ങുന്ന ക്രിസ്മസ് വിരുന്നും ക്രിസ്മസ് ആഘോഷത്തിന് കൂടുതൽ ആവേശം പകർന്നു. കാലം മാറിയതോടെ ജാതി മതഭേദമന്യെയാണ് ക്രിസ്മസിനെ ലോകം വരവേൽക്കുന്നത്. കൊറോണയുടെ ആകുലതകൾ മാറിയതോടെ നീണ്ടുപോകുന്ന യുദ്ധങ്ങളും സംഘർഷങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളുമാണ് ലോക ജനത ഇന്ന് നേരിടുന്നത്. തിന്മയിൽ നിന്നും നന്മയിലേക്ക് കൈപിടിച്ചുയർത്താൻ വീണ്ടും ഒരു ക്രിസ്മസ് കാലമെത്തുമ്പോൾ ലോകം ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ് ലോക സമാധാനത്തിനായി. പ്രതീക്ഷയുടെ പുതുവർഷത്തിനായുള്ള വിളംബരം കൂടിയായി മാറുകയാണ് ഓരോ ക്രിസ്മസ് കാലവും. എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ദിനാശംസകൾ നേരുന്നു. ന്യൂസ് ഡെസ്ക് ജനം.